നിനക്ക് എപ്പോഴും ഗെയിം കളി തന്നെയാണോ? വേറെ പണിയൊന്നുമില്ലേ? ഞാൻ ഗെയിം കളിക്കുമല്ല. ഗെയിം കളിച്ചാൽ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു വീഡിയോ കാണാൻ വേണ്ടി പോവായിരുന്നു. ചേട്ടനെ കാണണ? അങ്ങനെ വീഡിയോ നോക്കട്ടെ. ഓക്കെ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 5 ടിപ്സാണ് ഗെയിമിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഗെയിമിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ഓൺലൈൻ ഗെയിമേഴ്സുമാണ്, ഓഫ്ലൈൻ ഗെയിമേഴ്സുമാണ്. പ്രേക്ഷകരായ നിങ്ങൾ പോലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ ഒരു ഗെയിമർ ആയിരിക്കാം. ചിലപ്പോൾ മൊബൈൽ ഗെയിമറും ഒരു ഗെയിമിംഗ് ലൈഫ് സ്റ്റൈലിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിംഗ് എന്നൊരു പാഷനിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന 5 ടിപ്സ്. ടിപ്പ് നമ്പർ 1, സ്റ്റാർട്ട് ഓൺലൈൻ ഗെയിമിംഗ്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുറേ ഗെയിംസ് നമുക്കിപ്പോൾ പ്ലേ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പബ്ജി ഫോർ എക്സാമ്പിൾ, നമുക്ക് പബ്ജി എടുക്കാം. പബ്ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ജിയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കളിക്കാം. നല്ലൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൺലൈൻ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടാക്ടിക്സ് കൂടും. അതുമല്ല, 2 ടിപ്പ് എനിക്ക് ഓൺലൈൻ ഗെയിമേഴ്സിൻ്റെ അടുത്ത് പറയേണ്ടേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ ടാക്ടിക്സ്. അതായത് നിങ്ങൾ ഗെയിം പ്ലേ കളിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ക്വാഡിനെ എങ്ങനെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, അപ്പോൾ അവരെങ്ങനെ പുഷ് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യം നമ്പർ 1 ടിപ്പാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്താ പറയുക ഗെയിമിൽ നിങ്ങളുടെ വിന്നിങ് ചാൻസസ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ടാക്ടിക്സ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ കാര്യം റെസ്പോൺസ് ടൈമാണ്. നിങ്ങൾ ഒരു ആക്ഷൻ വരുമ്പോൾ, അതായത് ഒരു എൻകൗണ്ടർ വരുമ്പോൾ അതിനെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യുന്നു, എത്രമാത്രം ടൈം എടുത്തിട്ടായിരിക്കും അതിനെ കൺഫ്രണ്ടേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് പോയിന്റ് എത്ര ടൈമിനാണ്, ആ ഒരു റെസ്പോൺസ് ടൈം വളരെയധികം നിർണായകമായ ഒരു ഘടകമാണ്. ഈ 2 കാര്യവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എല്ലാ ഗെയിംസിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റാർട്ട് ഓൺലൈൻ ഗെയിമിംഗ്. നിങ്ങൾക്ക് ഏണിംഗ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഓൺലൈൻ ഗെയിംസ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഓൺലൈൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫിക്കലി പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുക, ലൈക്ക് പബ്ജി, Dota 2, Fortnite. നമ്പർ 2, ടിപ്പ് നമ്പർ 2 സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റാർട്ട് സ്ട്രീമിംഗ്. സ്ട്രീം ചെയ്യാനായിട്ടൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര വലിയ എക്യുപ്മെന്റ്സ് വേണം, ഒരു വലിയ ക്യാമറ വേണം, ഓഡിയോ എക്യുപ്മെന്റ്സ് വേണം, ലൈറ്റിംഗ് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സ് വെച്ചാലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. ഓക്കെ, കാരണം നമ്മൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ എപ്പിസോഡ്സ്, നേരത്തെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാത്തവരൊന്ന് നോക്കുക. പഴയ എല്ലാ എപ്പിസോഡ്സും നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് ആ ഒരു വലിയൊരു ഫീച്ചർ OnePlus 6 എന്ന് പറയുന്ന ഒരു ഫോണിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കഴിവ് കൊണ്ട് നമുക്ക് നല്ല വീഡിയോസ്, നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഡിയോയ്ക്ക് ഇതുവരെ ഓഡിയോ എക്യുപ്മെന്റ്സ് പോലും യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ബോയയുടെ ഒരു മൈക്ക് വാങ്ങിച്ചത്, അതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോയയുടെ മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഇപ്പം ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രൈപോഡ്, വളരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 800-1000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ട്രൈപോഡ് നമ്മൾ യൂസ് ചെയ്യണം. ലൈറ്റിംഗ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഇവിടെയുള്ള നോർമൽ ലൈറ്റാണ്, വേറെ ലൈറ്റിങ്ങോ അല്ലാതെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല അഡീഷണൽ ആയിട്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ലൈവ് സ്ട്രീമിംഗ് അല്ല, ഇത് യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. സ്ട്രീമിങ്ങിലൂടെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബ് AdSense ഉണ്ട്. യൂട്യൂബ് നമുക്ക് നമ്മുടേതായ ഒരു മിനിമം ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് യൂട്യൂബ് ഏർണിങ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പായി. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ യൂട്യൂബ് സ്ട്രീമേഴ്സിന് അറിയാം, ഏറെക്കുറെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സൂപ്പർ ചാറ്റിലൂടെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് എമൗണ്ട് കിട്ടും. ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, അത് പലതുള്ളി പെരുവെള്ളം പോലെയാണ്. ചെറിയ എമൗണ്ടുകളാണ് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നത്. പെർ ഡേ പല ആൾക്കാരും, എനിക്കറിയാവുന്ന പല മലയാളി യൂട്യൂബേഴ്സും
2500 രൂപ തൊട്ട് 4000-5000 രൂപ പെർ ഡേ വാങ്ങിക്കുന്നവരുണ്ട് ഈ സ്പോൺസർഷിപ്പിലൂടെ. അപ്പോൾ സൂപ്പർ ചാറ്റിലൂടെ നിങ്ങൾക്ക് അങ്ങനെ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ആദ്യം, എന്നിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഒരു പ്രൊഫഷണൽ ഗെയിമർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിം കളിക്കാൻ അറിയാം, ഒന്നുമില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ആവറേജ് ഗെയിം പ്ലേ വിത്ത് എ ഗുഡ് കമൻട്രി, നിങ്ങൾക്ക് കമൻട്രി നല്ല രീതിയിൽ കൊമിക്കലായിട്ട് അല്ലെങ്കിൽ നല്ല ഫണ്ണായിട്ട് കുറച്ച് എലമെന്റ്സ് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾക്ക് വ്യൂവർഷിപ്പും സബ്സ്ക്രൈബർ കൗണ്ടും ഡെഫിനറ്റ്ലി കിട്ടും. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഓൺ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാനൊരു സ്ട്രീമർ അല്ല. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ടൈമിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് കാരണമാണ് നമുക്ക് തുടങ്ങാൻ പറ്റാത്തത്. പക്ഷേ ദയവായി നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് അതിൽ പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി സ്റ്റാർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, വ്യൂവേഴ്സും കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഡൈനാമോ ഈസ് വൺ ഓഫ് ദ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പബ്ജി പ്ലെയർ ആണ് ഡൈനാമോ. സോൾ മോർട്ടൽ, അതുപോലെ കോസ്മിക്, അങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവരെല്ലാം നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് മന്ത്ലി യൂട്യൂബിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നത്. ഇവർക്ക് ഗെയിം കളിച്ച് അതൊരു പാഷനായിട്ട് എടുത്ത് നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല വണ്ടേഴ്സും പല ആൾക്കാരും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇപ്പോൾ പബ്ജിയുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത്. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പബ്ജി നിങ്ങളുടെ ലൈവ് വീഡിയോസ് പലരും സ്ട്രീം ചെയ്ത് കാണുന്നുണ്ട്. ഈ സ്ട്രീം കാണുന്നത് കൊണ്ട് ഈ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഗുണം വരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടൊരു ഇൻസ്പിറേഷൻ എടുക്കാം. അതേപോലെ നിങ്ങളും ഒരു പക്ഷേ നാളെ ഒരു താരമായിട്ട് മാറാൻ ശ്രമിക്കുക. യൂട്യൂബിൽ സ്ട്രീം ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ടിപ്പ് നമ്പർ 3, ഫൈൻഡ് എ സ്പോൺസർ. ഫൈൻഡ് എ സ്പോൺസർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കോസ്മിക്കിൻ്റെ ഒരു ഇത് കാണാം. അപ്പോൾ കോസ്മിക്കിൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ട് കോർസെയർ എന്ന ബ്രാൻഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് കോർസെയർ എന്ന ബ്രാൻഡ് ഒരു കമ്പ്യൂട്ടർ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഗെയിമിംഗ് പെരിഫറൽ ബ്രാൻഡാണ്. അവർ ഈ കോസ്മിക്കിൻ്റെ വീഡിയോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ലോഗോ സൈഡിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കാം. നിങ്ങളുടെ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചും കവറേജും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല വ്യൂവർഷിപ്പും സബ്സ്ക്രൈബർ കൗണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്പോൺസറിനെ കിട്ടും. നിങ്ങൾക്കൊരു എൻക്വയറി പോവുകയാണെങ്കിൽ ഒരു മെയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള സ്പോൺസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വീഡിയോ സ്പോൺസർ ചെയ്യും. അപ്പോൾ അതിലൂടെ ചെറിയൊരു ഇൻകം, എക്സ്ട്രാ ഇൻകം, നിങ്ങൾ യൂട്യൂബ് ഏർണിങ്സ്, അതുകൂടാതെ സൂപ്പർ ചാറ്റ്, അത് കൂടാതെയാണ് ഈ സ്പോൺസർഷിപ്പ് എമൗണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ടിപ്പ് നമ്പർ 4, പല ടൂർണമെന്റും ലോക്കൽ ടൂർണമെന്റ്സിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇ സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ ലുക്രറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം ഇങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ ചെന്ന് പെട്ടിട്ട് നമുക്ക് അത്യാവശ്യം കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂട്യൂബ് ഏർണിങ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ടൂർണമെന്റിൽ കിട്ടുന്ന പ്രൈസ് മണിയും വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നിങ്ങൾക്കൊരു ഓഡിയൻസ് തരികയാണ് ഈ സ്പോർട്സ് ടൂർണമെന്റ്സ്. ലോക്കൽ ലാൻഡ് ഗെയിമിംഗ് ടൂർണമെന്റ്സിൽ എല്ലായിടത്തും നിങ്ങൾക്ക് മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്പോൺസർഷിപ്പിനായിക്കോട്ടെ, ഇപ്പോൾ പല ആൾക്കാരെയും പല സ്ഥാപനങ്ങളെയും നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടും. അതേപോലെ ഇ സ്പോർട്സ് പോലത്തെ നല്ലൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഗെയിം കളിച്ചും പൈസ ഉണ്ടാക്കാമെന്ന് കാണിക്കുക. ടിപ്പ് നമ്പർ 5 ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഓഫ് ദ വീഡിയോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ പറയുമ്പോൾ ഒരു കോൺട്രവേഴ്സി വരാൻ പാടില്ല. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാം. ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ജി ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് അല്ലെങ്കിൽ ഫേമസ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഗെയിം ഓഫ് ദ ഇയർ ആയിട്ട് പബ്ജിയാണ് വരുന്നത്. പബ്ജിയാണ് ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഗെയിം ഓഫ് ദി ഇയർ, ബെസ്റ്റ് ഗെയിം ഓഫ് ദ ഓൺലൈൻ ഗെയിമിംഗ്. ഓൺലൈനിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമാണ്. അതുകൊണ്ട് തന്നെ പബ്ജിയെ പറ്റി തന്നെ പറയാം. പബ്ജിയിൽ നമുക്ക് കസ്റ്റം റൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 100 പ്ലേയേഴ്സ് അറ്റ് എ പ്രസന്റ് നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് നിങ്ങൾക്ക് ഒരു റൂം ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റം റൂം ക്രിയേറ്റ് ചെയ്ത് അതിൽ 100 പ്ലേയേഴ്സിനെ ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഗെയിം നടത്താം. അതൊരു ടൂർണമെന്റ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്നിട്ട് ഓരോ പ്ലേയേഴ്സിനും കയറി വരുന്ന ഓരോ പ്ലേയേഴ്സിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫീയോ ഇല്ലെങ്കിൽ എൻട്രി ഫീയോ നിങ്ങൾക്ക് കൈപ്പറ്റാം. അപ്പം ഇപ്പം നിങ്ങളുടെ പ്ലേ അത്യാവശ്യം നല്ലൊരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ വ്യൂവർഷിപ്പും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗെയിംസ് കൊണ്ടുപോകാൻ പറ്റും, കമന്ററി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റം റൂമിൽ ഏറെക്കുറെ വ്യൂവേഴ്സ് നിങ്ങളുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരും എൻട്രി ചെയ്യും. അതിൽ നിന്ന് 50 രൂപയോ 100 രൂപയോ നിങ്ങൾക്ക് ഓരോരുത്തരുടെ നിന്നും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അതൊരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് വാങ്ങിച്ച ഒരു ടൂർണമെന്റ് നടത്താം. അതിന് വേണമെങ്കിൽ ഈ സ്പോൺസർ നിങ്ങളെ ഇപ്പോൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പോൺസറിനെ ഇൻവോൾവ് ചെയ്ത് അവർക്കൊരു പ്രൈസ് മണി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾക്കൊരു ഇൻകം ഏർണിംഗ് സോഴ്സ് ആണ്.
അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി വളരെ പോപ്പുലർ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ടൈം നമ്മൾ എന്താ പറയുക ഫുൾ ടൈം ഗെയിം കളിച്ച് എന്താ പറയുക ഫണ്ടിന് വേണ്ടി മാത്രം കളിക്കുന്നതിന് പകരം പറ്റുമെങ്കിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫാൻ ബേസും നിങ്ങളുടെ പോപ്പുലാരിറ്റിയും വർദ്ധിക്കും. അതുമാത്രമല്ല വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇനി നിങ്ങളുടെ പാരൻസ് പോലും നിങ്ങളെ കുറ്റം പറയില്ല. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തെളിയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പാരൻസ് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയി എന്ന് എനിക്ക് ഒരു പേഴ്സണൽ വിശ്വാസമുണ്ട്. അങ്ങനെ ആയി എന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്. ചേട്ടാ, നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കേ.